കളമശ്ശേരിയിൽ ജുഡീഷ്യൽ സിറ്റി പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. ഹൈക്കോടതി കൊച്ചി നഗരത്തിൽ നിന്നും കളമശ്ശേരിയിലേക്ക് മാറ്റുന്നതാണ് പദ്ധതി. ബിനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിനിൽ, നേരത്തെ തന്നെ ഈ 27 ഏക്കറുമായി ബന്ധപ്പെട്ട് ഏക്കർ സ്ഥലം ജുഡീഷ്യൽ സിറ്റിക്ക് എന്ന ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മന്ത്രിസഭയുടെ അംഗീകാരത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ നടപ്പാക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ നടപടികൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? പ്രതീക്ഷ, ഈ ജുഡീഷ്യൽ സിറ്റി പദ്ധതി അത് ഒരു പടി കൂടി മുന്നോട്ട് കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മന്ത്രിസഭയുടെ അംഗീകാരം ആ പദ്ധതിക്ക് ലഭ്യമായിരിക്കുന്നു. കളമശ്ശേരിയിലെ NIA ഓഫീസുണ്ട്. ആ ഓഫീസിന്റെ പുറകു ഭാഗത്തുള്ള ഭൂമിയാണ് ഇപ്പോൾ ഏതാണ്ട് 27 ഏക്കർ സ്ഥലം ഈ ജുഡീഷ്യൽ സിറ്റിക്കായി കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരും വ്യവസായ മന്ത്രി P രാജീവ് അടക്കമുള്ളവർ, അദ്ദേഹമാണ് അവിടുത്തെ MLA, അവരെല്ലാം അവിടെ എത്തിയ ആ ഭൂമിയൊക്കെ വിശദമായി പരിശോധിച്ച് ഹൈക്കോടതിക്ക് മുന്നിൽ ഒരു റിപ്പോർട്ടായിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ജുഡീഷ്യൽ സിറ്റി. ഹൈക്കോടതി ഈ കൊച്ചി നഗരത്തിലെ ഈ ഗതാഗത കുരുക്കിനിടയിൽ വീർപ്പുമുട്ടുന്ന ഒരു സ്ഥലത്താണ്. മതിയായ പാർക്കിംഗ് ഇല്ല. മംഗളവനത്തോട് ചേർന്നാണ് ഹൈക്കോടതി കെട്ടിടമുള്ളത്. ആ കെട്ടിടത്തിന് തന്നെ പലതരത്തിലുള്ള പോരായ്മകളുണ്ട്. എന്തായാലും അതെല്ലാം മാറ്റി നഗരത്തിന് പുറത്ത് കളമശ്ശേരിയിൽ അത് HMD കമ്പനിയുടെ സ്ഥലമുണ്ട്. ആ സ്ഥലം ഏറ്റെടുത്ത് അവിടെയാണ് പുതിയ ജുഡീഷ്യൽ സിറ്റി പദ്ധതി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 1000 കോടി രൂപ ചെലവ് വരുമെന്നാണ് പറയുന്നത്. ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ആപ്തവാക്യങ്ങൾ അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക നിർമ്മിതിയൊക്കെ തന്നെയാണ് അവിടെ രൂപകൽപ്പന ചെയ്യുന്നത്. 3 പില്ലറുകളിലായിട്ടാണ് പുതിയ ജുഡീഷ്യൽ സിറ്റി. ആ ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വിശദമായ രൂപരേഖ അടക്കം ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ആഭ്യന്തര വകുപ്പിന് അതിന്റെ തുടർ നടപടികൾ ഏൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.